മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ജയിൽ നോമിനേഷൻ നടക്കുന്ന സമയമാണ്. ഓൾറെഡി ജയിലിലേക്ക് പോകേണ്ട ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഹോട്ടൽ ടാസ്കിലെ ഏറ്റവും കുറവ് സ്റ്റാർ ലഭിച്ച സാബുമാനും റെനയുമായിരുന്നു. അതിൽ നിന്നും എല്ലാവരും സെലക്ട് ചെയ്തത് ജയിലിൽ പോകാൻ വേണ്ടി റെന ഫാത്തിമേനെയാണ്. ജയിലിലേക്ക് പോകാനുള്ള രണ്ടാമത്തെ വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ജയിൽ നോമിനേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും അങ്ങനെ ജയിൽ നോമിനേഷൻ തുടങ്ങി. ഫസ്റ്റ് നോമിനേഷൻ നടത്തിയത് അനീഷായിരുന്നു. അനീഷ് ലക്ഷ്മിയുടെ പേരാണ് പറഞ്ഞത്. പിന്നീട് വന്നത് ഒനീല്, അഭിലാഷ്, പിന്നെ അക്ബറൊക്കെ ആയിരുന്നു. അവർ മൂന്നുപേരും പറഞ്ഞത് നമ്മുടെ ഷാനവാസിൻ്റെ പേരായിരുന്നു. അതിനുശേഷം വന്ന വ്യക്തിയാണ് നമ്മുടെ ആര്യൻ. ഷാനവാസ് ചെയ്തത് തെറ്റാണെങ്കിലും ആര്യൻ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് അനീഷിനെയാണെന്ന് പറഞ്ഞ് അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തത്. അതിന് റീസണായി പറഞ്ഞത് അനീഷ് സ്ട്രൈക്ക് ചെയ്തു. ആരെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ലോബിയിൽ വന്നിരുന്ന് ഡെസ്കിന് മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ആര്യനാണ് അനീഷിനെതിരെ നോമിനേഷൻ നടത്തിയത്. പക്ഷേ ആ നോമിനേഷനിൽ അനീഷ് ട്രിഗറായി. അനീഷിൻ്റെ കൺട്രോൾ പോയി. അനീഷ് വായി തോന്നിയത് എന്തൊക്കെയോ നമ്മുടെ ആര്യനെ വിളിച്ചു പറയുന്നു. ഞാൻ ഗസ്റ്റിനെ അപമാനിച്ചിട്ടില്ല, ഈ ഹോട്ടൽ ടാസ്ക് ഏറ്റവും നന്നായി ചെയ്തത് ഞാനാണ്, ഞാൻ സ്ട്രൈക്ക് ചെയ്തത് ഗസ്റ്റിനെതിരെ അല്ല, GM ആയ ലക്ഷ്മിക്കെതിരെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനീഷ് ആര്യനോട് ചൂടാകുകയാണ്. ജയിൽ നോമിനേഷൻ നടത്തുന്ന സമയത്ത് ഒരു വ്യക്തി സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ സ്പേസ് ആണ്. അതായത് ഇപ്പോൾ ആര്യനാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ആര്യൻ്റെ സ്പേസ് ആണ്. ആര്യൻ ആരെ നോമിനേറ്റ് ചെയ്താലും ആ വ്യക്തി സംസാരിക്കാതിരുന്ന് കേൾക്കുകയാണ് ചെയ്തത്. എന്നാൽ പക്ഷേ അനീഷിന് ആദ്യമൊന്നും ട്രിഗർ ആയില്ല കേട്ടോ. കൈകൂപ്പിയിരുന്ന് ആര്യം പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് എന്തോ ഒരു നിമിഷത്തിൽ അനീഷ അറിയാതെ ട്രിഗറായി പോയി. പക്ഷെ ക്യാപ്റ്റനായ ജിഷിന് അനീഷിനെ പിടിച്ചിരുത്താനൊന്നും ശ്രമിക്കുന്നില്ല കേട്ടോ. അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് അക്ബറും ഒനീലും അഭിയും നമ്മുടെ നെവീനൊക്കെ എഴുന്നേറ്റ് പോവുകയാണ്. കാരണം അനീഷ ആര്യനെ നോമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അനീഷ് മിണ്ടാതിരിക്കുമ്പോൾ ആര്യൻ വീണ്ടും നോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്തെങ്കിലും ഒരു പോയിന്റ് പറയും, അതിൽ ട്രിഗറാകും. വീണ്ടും അനീഷ് തുടങ്ങും. വീണ്ടും എല്ലാവരും കൂടി അനീഷിനെ വായടപ്പിക്കും. ആര്യൻ വീണ്ടും ആര്യൻ്റെ പോയിന്റുകൾ പറയും. അപ്പോൾ വീണ്ടും അനീഷ് എന്തെങ്കിലും പറയും. അവസാനം അക്ബർ ജിഷിനോട് ദേഷ്യപ്പെടുന്നു. നിങ്ങളാണ് ക്യാപ്റ്റൻ, നിങ്ങളാണ് ഇയാളെ പിടിച്ചിരുത്തേണ്ടത്. നിങ്ങൾ അനീഷിനെ പിടിച്ചിരുത്തിയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമെന്ന് പറയുന്നു. ലാസ്റ്റ് ജിഷിൻ വന്ന് അനീഷിനോട് പറയുന്നുണ്ട്, മിണ്ടാതിരിക്കുക, ജയിൽ നോമിനേഷൻ കഴിയട്ടെ, ഇത് ആര്യൻ്റെ സ്പേസ് ആണ്, ആര്യൻ സംസാരിക്കട്ടെ എന്നൊക്കെ. പക്ഷേ അനീഷ് നമുക്കറിയാലോ, അനീഷ് ഒരു കാര്യം തീരുമാനിച്ചാൽ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളെയും കൂടി ഇറിറ്റേറ്റ് ചെയ്യും. പലതരത്തിലും പലരും ശ്രമിച്ചു നോക്കി അനീഷിൻ്റെ വായടപ്പിക്കാൻ. ലാസ്റ്റ് നമ്മുടെ പെൺപടകൾ, അതായത് അനു, ആദില, നൂറ, റെന, ബിന്നി, വേദലക്ഷ്മി എല്ലാവരും കൂടി ചേർന്നങ്ങ് കൂവി തോപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അവർ നിർത്താതെ കൂവിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അപ്പോഴാണ് അനീഷ് ഒന്ന് വായടച്ചത്. സത്യം പറഞ്ഞാൽ പെൺപട എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ അനീഷിനെ കൂവി തോൽപ്പിച്ചു എന്ന് തന്നെ പറയാം. എങ്കിലും ഇവർ കൂവൽ നിർത്തുന്ന സമയത്ത് നമ്മുടെ ആര്യൻ വീണ്ടും എന്തെങ്കിലും പോയിന്റ് പറയും. അപ്പോൾ നമ്മുടെ അനീഷ് സംസാരിക്കാൻ തുടങ്ങും. ലാസ്റ്റ് 2 or 3 തവണ കൂവിയതിന് ശേഷമാണ് ആര്യൻ്റെ ജയിൽ നോമിനേഷൻ ഒന്ന് കഴിഞ്ഞത്. സത്യം പറഞ്ഞാൽ അനീഷ് ഒരു സംഭവം തന്നെയാണ്. അനീഷ് ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ അതിൽ നിന്നും 1 ഇഞ്ച് മുന്നോട്ടോ പിന്നോട്ടോ ആ മനുഷ്യൻ മാറില്ലെന്നുള്ളതാണ്. അങ്ങനെ എന്തായാലും ഇപ്പോൾ ലൈവിൽ ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.